നിനക്ക് നാണമാവുന്നില്ലേ? മദ്യപിച്ച് ആടാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാൻ നിനക്ക് നാണമാവുന്നില്ലേ? ഇതിലെവിടെ ആടുന്നത്? അത് ഇയാള് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ആടുന്നതോ? അത് ഇയാള് മദ്യപിച്ചുകൊണ്ട് ഇയാൾക്ക് തോന്നുന്നത് എന്നെ ആടുന്നത്. ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. 100 മദ്യപിച്ചിട്ടില്ല. മഞ്ഞ് എനിക്ക് സംശയമുണ്ട്. നീ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അടിച്ചിട്ടില്ലെന്ന്. ശരി, നീ പഠിച്ച ആ ബ്രാൻഡെന്ന് ഞാൻ പറയാം. നീ ഊത്. ഇപ്പൊ പറഞ്ഞ ഊതിട്ട അപ്പ പറഞ്ഞു. ഊതിന്റെ കാര്യം എന്താ? അല്ല, ഇയാള് മദ്യപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. ഊത്. എന്റെ ആറ്റുമല്ല അമ്മച്ചിയെ, ഇതിനേക്കാളും ഇയാൾ മദ്യപിച്ചുകൊണ്ട് ഊതുന്നതാണ് ബെസ്റ്റ്. ജനിച്ചതിന് ശേഷം ഇതുവരെ കോളേറ്റും പ്രശ്നം കണ്ടിട്ടില്ലേ? പെറ്റ കള്ള സൈക്കിള് ശബരിമല ബുറ. ഇതിനേക്കാളും വല്ല ആറ്റില കുളത്തിലെങ്ങാനും ചാടി ചാവട. ബാക്കിയുള്ളവർ ദിവസം ഉണ്ടാകും. ഇങ്ങനെ റോഡിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കാം. ഇയാളെയൊന്നും ഉണ്ടാകണ്ട. ഞാൻ എത്ര ഒപ്പിച്ചാലും ഇതുപോലെ നടന്ന് എന്റെ ബാങ്ക് മാനേജർ രവീന്ദ്ര സാറിന്റെ വീട്ടിൽ പോയി. രവീന്ദ്ര സാറ് ബാങ്ക് മാനേജർ. അപ്പൊ അങ്ങ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ദിനേശ് നീ വിഷമിക്കണ്ട, നാളെ തിങ്കളാഴ്ച രാവിലെ 10:30 നീ ബാങ്കിലോട്ട് വാ, ഞാൻ വായ്പ എടുത്തു തരാന്ന്. വായ്പ എടുത്തു തരാം? വായ്പ എടുക്കണ കേസല്ല, വായ്പ എടുത്തു തരാന്ന്. എവനല്ല ഈ തലയിൽ ഞാൻ കേൾക്കുള്ളൂ. അതെ, ഇവിടെ നിന്നോ. ഒരു കാര്യം ചോദിക്കട്ടെ, ആ ജാനമ്മയുടെ കൊച്ചു കുഞ്ഞിനെ നീ എന്തിനാ വെള്ളത്തിലെടുത്തിട്ടത്? അതെന്തോ വലിയ കുറ്റോ? അല്ലേ? സംഭവം ഞാൻ പറഞ്ഞതാ. ഞാൻ 2 അടിച്ചുകൊണ്ട് അതുവഴി നടന്നു പോയപ്പോ ജാനമ്മ കണ്ട്. ജാനമ്മ ഇപ്പൊ പ്രസവമെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയല്ലോ. ഞാൻ ജാനമ്മ എടുത്ത് ചോദിച്ച്, ജാനമ്മ നിന്റെ കുഞ്ഞു സുഖമായിട്ടിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് എന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ഏട്ടാ, കുഞ്ഞിതാപ്പ നീന്തി തുടങ്ങിയേ ഉള്ളു. എന്നാ ഒന്ന് കാണുമല്ലോ എന്ന് കരുതി അവളെ വീട്ടിൽ ചെന്നപ്പോ കുഞ്ഞിന് എണ്ണയും തേച്ച് ഇറാത്തിട്ടായി. ഞാൻ എടുത്ത് വളർത്തിയിട്ടു. എന്തിന്? നീന്തലാണ്. പിന്നെ ഇവിടെ രാത്രിക്ക് നീന്തൽ മാത്രമല്ലെന്നെ, അസലായിട്ട് മുക്കിലിട്ടോണ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇവിടെ ആരെ അന്വേഷിക്കുന്നു നമുക്കറിയാം. ആരെ? അത് ഇയാളെ അന്വേഷിക്കുന്നു. എന്റെ വീടിന്റെ തൊട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ കൂടെ അറിയില്ല, രമണി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, പുത്രികന്റെ രമണി. അവളെ വീട്ടിൽ ഈയിടെയായിട്ട് ഇയാളെ കറങ്ങുക. അതിനാ പോലീസ് ഇന്നലെ അവളെ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന ഒരു ബന്ധമില്ല. ഇന്നലെ അവളെ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന കണ്ടോ? എന്റെയും രമണിയുടെയും വീട് തമ്മിൽ 25 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 25 കിലോമീറ്റർ വ്യത്യാസം. പൊന്നു മോനെ, പത്തായത്തിൽ നല്ല നെല്ലുണ്ടെങ്കിലേ എലി അങ്ങ് മൂന്നാറിൽ നിന്നും വരും. അതുകൊണ്ട് 25 കിലോമീറ്റർ വ്യത്യാസം പറഞ്ഞ നീ എനിക്ക് ഇട്ടളകണ്ട. ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ നല്ല ഭാഷയിൽ പറയാം. എന്റെ പൊന്നു ദിനേശ്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എന്തോ മദ്യം ശത്രുവാണ്. ആരാ? മദ്യം ശത്രുവാണ്, മനുഷ്യന്റെ ശത്രുവാണ്. പക്ഷെ അതേ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുടിക്കുന്നത്. പുള്ളിക്കാരനറിയില്ല. ശരി ശരി, ഒരു കാര്യം 24 മണിക്കൂർ ഇങ്ങനെ കുടിച്ച് സുഖിച്ച് നടന്നു. അത് ഈ കുടിയന്മാരെല്ലാം ഇയാള് പരസ്യമായിട്ട് അവഹേളിച്ചതാ. എന്താ കുടിച്ച് സുഖിച്ചാണെന്ന്? അതെന്ത് സംസാരം? ഇയാള് വലിയ കൊമ്പത്തെ കയ്യിലോ പഠിച്ചല്ലോ, കുടിയന്മാരെല്ലാം കുടിച്ച് സൂചിച്ച് കിടക്കുകയാണ്. നമ്മളെ കുടിയന്മാരെ മഞ്ഞന്മാരായ കുടിയന്മാരെ അവഹേളിച്ച അതിനൊരു ടെസ്റ്റ് ഡോസ് തരാം. ഇതാ ഞാൻ അടിച്ചതിന്റെ ബാക്കിയാണ്. എനിക്ക് വേണ്ട. അല്ല, ഇത് അത്രയും തരണില്ല. അല്ലെങ്കിൽ ഇപ്പൊ തരാം. ഒരു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യും. അല്ല, ഇയാളൊന്ന് ടേസ്റ്റ് ചെയ്യണം. കാര്യം ഇവിടെ പരസ്യം ഒന്ന് കുറിച്ച് നോക്കും. വലിയ കൊമ്പത്തെ വർത്താനം പറഞ്ഞാൽ എന്നിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു ദിനേശ കുടിച്ച് സുഖിച്ച് കിടക്കുകയാണ്. കഷ്ടപ്പെട്ടാണ് ഈ പുല്ല് തൊണ്ടകുഴി വഴി താഴോട്ട് കിടക്കുന്നത്. പറയുന്നത് പോലും ഗുരു കുടിച്ച് സുഖിച്ച് കിടക്കുക. ഇനി കുടിയന്മാരെ ആരും അവഹേളിക്കില്ലല്ലോ. ഇന്നൊരു കാര്യം, മദ്യപാനം ആരോഗ്യത്തിനും കുടുംബത്തിനും ഹാനിയുള്ളൂ. ഞാൻ ഇപ്പൊ കുടിച്ച് എനിക്ക് വയറ്റുമല്ലോ വയറുവേദന വന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കാലക്രമേണ ഒരുപാട് മാരക രോഗങ്ങൾ വരും. തൽക്കാലം ഈ മാരവേദന ഞാൻ മാറ്റിത്തരാം. എന്റെ ചേട്ടൻ ഡോക്ടറാണ്. നിനക്ക് ദൈവത്തിനോം കിട്ടുമ്പോ എനിക്ക് അത്യാവശ്യമൊക്കെ അലോപ്പതി അറിയാം. എന്നെ പറ്റുന്നത് നോക്ക്. എടുത്ത സൈഡാണ്. ഇവിടെ വേദനയുണ്ടോ? അവിടെ എന്റെ സ്വപ്പ് കൂടെ ഇവിടെ വേദനയുണ്ടോ? ഉമ്മ ഞെക്കിളിയാകല്ലേ അവിടെ. ഇവിടെ അയ്യോ, സംഗതി കുഴഞ്ഞില്ല ദിനേശ. ഇത് ചെറിയ കുടലും വലിയ കുടലും കൂടെ പിടഞ്ഞു കിടക്കുക.
ഒരു വലിയ ഓപ്പറേഷൻ വേണ്ടി വരും. ഹയ്യർ അങ്ങോട്ട് അണ്ടർവെയറിന്റെ വള്ളിക്കാരെ പിടിച്ചിട്ട് ചെറുകടയിൽ യവനൊക്കെ ഡോക്ടറെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തന്മാരിറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തോ കാര്യങ്ങൾ എന്റെ ഈശ്വര, കണ്ടിട്ട് എത്ര നാളായി. ഇവിടെ ഇതെന്റെ ഏരിയ. ഇവിടെ ആരും വന്നാലും എന്നെ പരിചയപ്പെടുത്തണം. ശിവൻ, ശിവൻ ശിവൻ ആര്? ശിവനെന്ന്. എന്റെ പരമശിവനെ, ഇപ്പൊ ഈ കോലത്തിലേക്ക് ആരാ? ഈശ്വരോ അറിവിന്റെ കാത്തിരിച്ച മുന്നേ പോവാന് സാധി പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വയ്യേ ഇങ്ങനെ കാണാ ശിവന്റെ രൂപം. എനിക്ക് വയ്യേ പുലിത്തോലി ഇട്ടോട്ട് വന്നേ അറിവില കാണാ പുല്ല് സാധി. ഈശ്വരോ ഇത് ആരുടെ കൂടെ എനിക്ക് വയ്യ ഭവാന്. ഇതാരെന്ന് മനസ്സിലായ? ഇവിടെ ശിവന്റെ കൂടെ പാർവതി അല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞം പോന്നിരിക്കും. അല്ല പിന്നെ ദേഷ്യം മതി. വേണ്ട വേണ്ടെന്നായിരിക്കും തലയെ കറങ്ങാം. നിന്റെ സ്വഭാവം അറിയില്ല. നിന്ന് അടി വാങ്ങിക്കണ പാർട്ടിയാണ്. പോയ ആരെന്നറിയാം? ആര്? മിലിറ്ററി ഓഫീസർ ശിവൻ സാറ്. ഈശ്വരോ വെടിവെക്കാത്ത ഭാഗ്യം. ഞാൻ മറ്റേ ശിവനും ഇനി ഇവിടെ ശരിയാവില്ല. എനിക്ക് പോണം. ഞാൻ മുതുകാട് സാറിന്റെ അടുത്ത് മാജിക് പഠിക്കാൻ പോവാം.